അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് നല്ല പഴുത്ത നല്ല അടിപൊളി തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ തക്കാളി വെച്ചിട്ട് നമ്മളൊരു ദാബ സ്റ്റൈല് ഒരു ടൊമാറ്റോ കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കുണ്ടല്ലോ ഇതിൽ നിന്നൊരു 2-3 തക്കാളി നമുക്ക് എടുത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് നമുക്കൊരു പൾപ്പ് എടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ അത് നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടി കിട്ടും. നമ്മളപ്പോ തക്കാളി എല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, അതിന്റെ പുഴുവിന്റെ ഒക്കെ ഇതുണ്ടല്ലോ, അപ്പൊ അത് കാരണം അരിച്ചെടുക്കണം. പിന്നെ നമ്മളിത് ഒരു 2 സവോള, ചെറിയ മീഡിയം ടൈപ്പ് 2 സവോള നമ്മൾ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കൊത്തി അരിഞ്ഞ് തന്നെ നമുക്ക് എടുക്കണം. അന്നേരം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എന്താ പറയുക കറിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കിത് നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. കടയിലൊക്കെ കറികളുടെ ഒരു പ്രത്യേകത ആണല്ലോ, അവര് അരിയുന്ന രീതിയിൽ തന്നെയൊക്കെ അത് അരിഞ്ഞാൽ മാത്രമേ അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഇനി നമ്മുടെ എണ്ണ ചൂടായ ഉടനെ നമുക്ക് ഈ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പൊ അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി. അപ്പൊ അത് വഴന്നു വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. നമ്മൾ സാധാരണ തക്കാളി കറി ചെയ്യുന്ന പോലല്ല, കുറച്ചും കൂടെ ഒക്കെ വ്യത്യാസമുണ്ട്. അതാണല്ലോ ഒരു കടയിലെ കറി. അതെ, നമ്മൾ റെസ്റ്റോറന്റ് സ്റ്റൈൽ എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പൊ അതുപോലെ ദാബ സ്റ്റൈലാണ്. അതായത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഏരിയയിലൊക്കെ ദാബ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ചെറിയൊരു രീതിയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇഞ്ചി ഇടാറുണ്ട്. അപ്പൊ ആദ്യം ഈ തക്കാളി ഒരു മീഡിയം രീതിയിൽ ഒന്നായിട്ട് വേണം. അത് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ദാബയില് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കേ. എണ്ണ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. കാരണം വീടല്ലേ, നമുക്ക് അങ്ങനെ എന്നും എണ്ണ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇതൊന്ന് റെഡി ആയിക്കോട്ടെ. നമ്മുടെ ഉള്ളില് ഏകദേശം ഒരു പകുതി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇത് നമ്മുടെ ഇഞ്ചിയാണ്. അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ്. അപ്പൊ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചേനെ എടുക്കുന്നത് നല്ലത്. നമ്മള് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 2 പച്ചമുളക് അത്യാവശ്യം നല്ല എരിയുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിരിക്കുക. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എരി കുറവുള്ള പച്ചമുളകാണെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ കാരണം നമ്മൾ ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ പച്ചമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് വഴന്ന് നമ്മുടെ ഇഞ്ചിയുടെ പച്ചപ്പൊക്കെ അത് മാറി നമ്മുടെ ഉള്ളിയാണെങ്കിൽ നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നേരം നമുക്ക് ഇന്ന് ഇളക്കാം. അപ്പോഴേ നമ്മുടെ ഉള്ളി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ടൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് അപ്പൊ തീ ഒന്ന് കുറച്ചേക്കണേ. എന്നിട്ട് കുറച്ച് കടുക് ഒന്ന് പൊട്ടണം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ജീരകം, നമ്മുടെ നല്ല ജീരകം ഇടുക. പിന്നെ നമ്മുടെ വറ്റൽമുളക് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് എല്ലായിടത്തും അതിന്റെ ആ ഒരു മുളകിന്റെ ആ ഒരു ഫ്ലേവർ വെളിയിലോട്ട് വരും. അപ്പൊ ഇനി നമുക്കത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളി എല്ലാം. നമ്മുടെ കടുകും എല്ലാം നല്ല എല്ലാം പൊട്ടി എല്ലാം റെഡിയായി. സംഭവം നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ചുമല, പച്ച, എല്ലാ കളറുകളും അതിനല്ല നല്ലൊരു മണം കൂടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇത് പ്യൂരി. ടൊമാറ്റോ നമ്മള് മിക്സിയിൽ അടിച്ചിട്ട് എടുത്ത സംഭവമാണ്. അപ്പൊ ഇനി നമുക്ക് അത് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കറുവാപ്പട്ടയുടെ ചെറിയൊരു പീസ്, നമ്മൾ കറുവാപ്പട്ടയുടെ പീസായിട്ട് തന്നെ ഇടുന്നത്. കറുവാപ്പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ഇട്ടാൽ മതി. പക്ഷെ നമ്മൾ കറുവാപ്പട്ടയുടെ പീസായിടുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്യൂരി ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ അതൊന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. എന്നാലും അതിൻ്റെ മണവും ഗുണവും ഒക്കെ അതിൻ്റെ അകത്തോട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചേക്കാം.
അതിൻ്റെ ആ ഒരു പച്ചപ്പ് കുറഞ്ഞ് നമുക്ക് മാറണം. അപ്പം അത് നമുക്ക് നന്നായിട്ട് ഇളക്കി. ഇത് ടൊമാറ്റോ പ്യൂരി അല്ല, കാരണം ഇത് ടൊമാറ്റോ പ്യൂരി ആവുന്ന ഒരു സ്റ്റേജിലല്ല. ഇത് നമ്മൾ ടൊമാറ്റോ അരച്ച് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ ജ്യൂസാണ്. ഇനി പ്യൂരി ഉണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് പ്യൂരി ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, കുഴപ്പമില്ല. ഇതിൻ്റെ പ്യൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് സംഭവം. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തീ ഇച്ചിരി കൂട്ടി വെച്ച് നല്ലൊരു തിള വരണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നല്ല പേസ്റ്റ് പോലെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു കറിവേപ്പില ഇടാം. ഒരു രണ്ട് കറിവേപ്പില. അതെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കുക. നമ്മളിവിടെ പ്യൂരി അല്ലല്ലോ ചേർത്ത്, അതുകൊണ്ടാണ് നമ്മളിവിടെ പഞ്ചസാര ചേർക്കുന്നത്. പ്യൂരി ആണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഈ എണ്ണയൊക്കെ ഉണ്ടല്ലോ തെളിഞ്ഞു വന്നിട്ടുണ്ട്. തെളിയണം, തെളിഞ്ഞാലേ ഉണ്ട് അതിന്റെ ആ ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്തുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മറ്റേ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരു കാശ്മീരി മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി, കാരണം അത്യാവശ്യം നല്ല എരി വരുവേ. അതെ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മല്ലിപ്പൊടി കൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഇത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കാനായിട്ട് കുറച്ച് തക്കാളി, അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചേർത്ത് നമ്മൾ ഇതും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിനി ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പ് നമ്മൾ ഇതുവരെ നമ്മൾ ചേർത്തില്ല. ഇനി ഉപ്പ് ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ തക്കാളിക്കും ആവശ്യമായിട്ടുള്ള, അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ കൂടുതൽ അതിനനുസരിച്ചിട്ടൊക്കെ കൂടുതലും കുറവൊക്കെ ചേർത്ത് കേട്ടോ. അപ്പം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഗ്രേവി ഇതിൻ്റെ എല്ലായിടത്തും ഒന്ന് പിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. റെഡി ആയിട്ടുള്ള സാധനം നമ്മുടെ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി വേകാനും കറി ഒരു ഗ്രേവിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ടൊമാറ്റോ ഉണ്ട്, നമ്മൾ ഇപ്പം ഇട്ട സാധനം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുണ്ടല്ലോ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ലൂസായിട്ടല്ല, നല്ല അത്യാവശ്യം നല്ല തിക്കാണ്. ചെറിയ ഒരു വെള്ളം, നല്ല ഒരു ലൂസാണ്. അത്യാവശ്യം നമുക്ക് ഗ്രേവി ഉണ്ട്, എന്നാൽ ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ പൊറോട്ടയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. നാന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ബെസ്റ്റ് ഐറ്റമാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൊമാറ്റോയുടെ നമ്മുടെ പ്യൂരി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത്. അത് ചേർത്താൽ മാത്രം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി രുചിയും കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് വെള്ളം മാത്രം ഒഴിച്ചാൽ നമ്മൾ ആ ഒരു വിചാരിക്കുന്ന കൺസിസ്റ്റൻസി ചിലപ്പോൾ കാണുമ്പോൾ തോന്നും ഇതെന്താ ഒരു തക്കാളി കറി എന്ന് തോന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ തക്കാളി കറി വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി തക്കാളി കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കും, ഗ്യാരണ്ടിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റാം. അടിപൊളി നോക്കി നല്ല, അതായത് നമ്മൾ ആ എന്താ പറയുക, നമ്മുടെ പൊടി ഐറ്റം ഒക്കെ ചേർത്തതിന്റെ എന്താ പറയാ, ആ നല്ലൊരു മണവും ഒരു പ്രത്യേക മണം. സാധാരണ തക്കാളി കറി വെക്കുമ്പോഴത്തേനും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രം നമ്മൾ എടുത്തിട്ട് ഉപ്പ് മാത്രം ചേർത്തിട്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മള് കുറച്ച് കൂടുതൽ സാധനമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അതിന്റെ രുചിക്കും വ്യത്യാസമുണ്ട്, ആ സ്പൈസസിന്റെ ഒക്കെയും. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് ഇതിപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയാം. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്, അപ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതുക. പിന്നെ ഇതുപോലെ നമുക്ക് ഈ പാചകം ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ഒരു ധാബ സ്റ്റൈല് തക്കാളി കറിയായിട്ട്
ഇന്നത്തേക്ക് നമ്മള് തൽക്കാലം പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു രുചിയായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.